നമുക്കിന്ന് തേങ്ങാപ്പാൽ ചേർത്ത തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സവോള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ എരിവിനനുസരിച്ച് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി മുറിയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാള വേഗം വഴന്നിട്ടാനായി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. സവാള ഒരുവിധം വഴന്നു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റട്ടെ. തക്കാളി ഒന്ന് വഴന്നു കഴിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്നു കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ തക്കാളിയും സവാളയും കൂടി ഒന്ന് വേവട്ടെ. അതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം തക്കാളിയും സവാളയും നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കാം. ഉപ്പെല്ലാം ശരിയാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങാപ്പാൽ ചേർത്ത് തക്കാളി കറി റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ, പൂരിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.